ഇന്ന് വെൽകെയർ FM ഹെൽത്ത് ലൈനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പൈൻ സർജറിയെക്കുറിച്ചാണ്. ശരിക്കും സ്പൈൻ സർജറി അതല്ലെങ്കിൽ നമ്മുടെ നട്ടെല്ലിൽ ചെയ്യുന്ന സർജറി എന്ന് പറയുന്നത് എന്താണ്? ഏതെല്ലാം കണ്ടീഷനിലാണ് ഒരു ന്യൂറോ സർജൻ ഒരു രോഗിയോട് സ്പൈൻ സർജറി വേണം എന്ന് പറയുക സാധാരണ? നമ്മുടെ പെടലിക്ക്, മുതുകിന്, നമ്മുടെ നടുവിന് ഉണ്ടാകുന്ന വേദനയ്ക്കാണ് സാധാരണ സ്പൈൻ സർജറി നമ്മൾ പറയാറുള്ളത്. ഈ വേദനകളോട് അനുബന്ധിച്ച് ഒന്നെങ്കിൽ പെടലിയിൽ നിന്ന് കൈയിലോട്ട് വേദന വരാം, ഇല്ലെങ്കിൽ നടുവിൽ നിന്ന് കാലിലോട്ട് വേദന വരാം. ഇത് സഹിക്കാൻ പറ്റാത്ത രീതിയിലാകുമ്പോഴും അതിനോടനുബന്ധിച്ച് കൈകാലുകൾക്ക് ബലക്കുറവുണ്ടാകുകയും അല്ലെ മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴുമാണ് നമ്മൾ സാധാരണ സ്പൈൻ സർജറി റെക്കമെൻഡ് ചെയ്യാറുള്ളത്. നമ്മുടെ എല്ലാ പെടലി വേദനയും അതല്ലെങ്കിൽ പുറം വേദനയും ഒരുപക്ഷെ സ്പൈനിൽ ഉണ്ടാവുന്ന പ്രയാസം കൊണ്ടായിരിക്കണമെന്നില്ല അല്ലേ? ശരിയാണ്. നമ്മുടെ പെടലി വേദന അല്ലെങ്കിൽ നടുവേദന, മുതുകുവേദന അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലുള്ള വേദനകൾ വരുന്നത് നട്ടെല്ല് തന്നെ അതിന്റെ കാരണമാകണമെന്നില്ല. നമ്മുടെ മസിലിന് ചിലപ്പോൾ ഒരു സ്പാസം അല്ലെ മസിലിന് ഒരു ഇഞ്ചുറി അല്ലെ മസിലിന് ഒരു ഇൻഫ്ലമേഷൻ വന്നാൽ ഇത് സംഭവിക്കാം. അല്ലെ നമ്മളുടെ അവിടെയുള്ള ലിഗമെന്റ്സിന് എന്തെങ്കിലും ഒരു സ്ട്രെച്ച് അല്ലെങ്കിൽ അവിടെയും ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ വരാം. അനേകം കാരണങ്ങൾ കൊണ്ട് നമുക്ക് നടുവേദന അല്ലെങ്കിൽ പെടലി വേദന സംഭവിക്കാം. ഏതൊരു കണ്ടീഷനിലാണ് ഒരു രോഗി ശരിക്കും ഒരു ന്യൂറോ സർജന്റെ മുമ്പിലേക്ക് എത്തുന്നത്? കാരണം നമുക്ക് അതൊരു റെഫറൽ ആയിട്ടാണോ വരുന്നത്, അതല്ലെങ്കിൽ ഒരു രോഗിക്ക് സ്വയം തീരുമാനിക്കാമോ എനിക്കിങ്ങനെ വേദനയുണ്ടെങ്കിൽ നേരെ പോയി കാണേണ്ടത് ഒരു ന്യൂറോ സർജനെയാണെന്ന്? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ പ്രാക്ടീസിൽ സാധാരണ കാണുന്നത് പേഷ്യൻസ് നടുവേദനയായി സ്വയം ഒരുപാട് ചികിത്സിക്കാറുണ്ട്. രജിസ്റ്റേർഡ് ഡോക്ടേഴ്സിന്റെ അടുത്തല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിച്ച് കുറച്ച് നാൾ കഴിച്ചിട്ട് വരാറുണ്ട്. അതെല്ലാം തെറ്റായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ഒരു നടുവേദന അല്ലെങ്കിൽ പെടലി വേദന അല്ലെങ്കിൽ മുതുകുവേദന വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത ദിവസം തന്നെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പറയാൻ കാരണം ഇത് ചിലപ്പോൾ മോശപ്പെട്ട ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് നടുവേദന വരാം. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നടുവേദന അല്ലെ മുതുകുവേദന വരുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതിൽ പ്രധാനമായിട്ടും അത് സാധാരണമായി കാണുന്നത് ഡീജനറേഷൻ അല്ലെ തേയ്മാനത്തിന്റെ ഭാഗമായിട്ട് ഉള്ള അസുഖങ്ങളായിട്ടാണ് സാധാരണയായി കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് സ്പൈനൽ കനാൽ സ്റ്റീനോസിസ് സംഭവിക്കാം. നമ്മുടെ നട്ടലിനോ അല്ലെങ്കിൽ സുഷുമ്നാ നാഡിക്ക് ചുറ്റുമുള്ള അസ്ഥി വളർന്ന് മാംസവും വളർന്ന് സുഷുമ്നാ നാഡിക്ക് ചുരുക്കം സംഭവിക്കാം. സുഷുമ്നാ നാഡി അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തോട്ട് വരുന്ന നെർവിന്റെ കനാൽ ഉണ്ട്. ആ കനാൽ അല്ലെങ്കിൽ അതിന്റെ പാത്വേയെ അത് ഒബ്സ്ട്രക്ട് ചെയ്യാം. അങ്ങനെ ഞരമ്പുകൾക്കോ അല്ലെ സ്പൈനൽ കോഡിനോ ഞെരുക്കം സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കാം. രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള കാര്യം പറയേണ്ടത് ചിലപ്പോൾ ഇൻഫെക്ഷനിലൂടെ ഇത് വരാം. പണ്ട് ട്യൂബർക്ലോസിസ് വളരെ സാധാരണമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ഇൻസിഡൻസ് വളരെ കുറഞ്ഞിട്ടുണ്ട്. നട്ടലിൽ ഇപ്പോഴും നമ്മൾ അപൂർവമായി ചില പേഷ്യൻസ് ട്യൂബർക്ലോസിസ് ആയിട്ട് വരാറുണ്ട്. ട്യൂബർക്ലോസിസ് ഒരു കാരണമാണ്. ട്യൂബർക്ലോസിസ് അല്ലാത്ത പയോജനിക് ഇൻഫെക്ഷൻ, സാധാരണയുള്ള ബാക്ടീരിയയുടെ ഇൻഫെക്ഷനിലൂടെ നട്ടലിന് വേദന വരാറുണ്ട്. മൂന്നാമത്തെ പ്രധാനമായിട്ടുള്ളത് ട്യൂമേഴ്സ് എന്ന് പറയും. ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ബിനൈൻ ട്യൂമേഴ്സ് കൊണ്ടുവരാം അല്ലെങ്കിൽ മാലിഗ്നന്റ് ട്യൂമേഴ്സ് കൊണ്ടുവരാം. ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാൻസറസ് അല്ലാത്ത ട്യൂമറിനെയാണ് ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. അത് അവിടെ തന്നെ നിൽക്കും. അത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരാൻ സാധ്യത കുറവുള്ളത് തന്നെയാണ് ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അത് മറ്റ് സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ളതിനാണ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ 3 കാറ്റഗറിയിലുള്ള പേഷ്യൻസ് നമ്മുടെ മുമ്പിൽ വരാൻ സാധ്യതയുണ്ട്, വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരോട് പറയുന്നത് ഒരു നടുവേദന അല്ലെ പെടലി വേദന ഉണ്ടായാൽ കഴിയുന്നത്ര വേഗം അന്ന് തന്നെ വേണം, എമർജൻസി ആയിട്ട് വരണമെന്ന് പറയുന്നില്ല എങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പൈൻ ഡിസീസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ന്യൂറോ സർജന്റെ അടുത്തോ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന മറ്റ് സ്പെഷ്യാലിറ്റിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോകണമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് കൂടാതെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പ്രൊലാപ്സ്ഡ് ഡിസ്ക് ആണ്, അതല്ലെങ്കിൽ ഡിസ്ക് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ സ്ട്രക്ചറൽ ഡിഫോമിറ്റി കൊണ്ടും പുറമേദന വരാറില്ലേ? വരാറുണ്ട്. ഡീജനറേഷന്റെ ഭാഗമായി പറയുമ്പോൾ അതിന്റെ കാറ്റഗറിയിൽ ഞാൻ സ്റ്റീനോസിന്റെ കാര്യം പറഞ്ഞു. ആ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ നട്ടലിനിടയിൽ ഡിസ്ക് ഒരു ബൾജും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രായം ചെല്ലും തോറും തേയ്മാനത്തിന്റെ ഭാഗമായി ഡിസ്കിനും ഡീജനറേഷൻ സംഭവിക്കുന്നു. അതിന് ചുറ്റുമുള്ള ആനുലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് പൊട്ടിയതിന് ശേഷം അതിനകത്തുനിന്ന് ഡിസ്കിന്റെ മെറ്റീരിയൽ പുറത്തു വന്ന് നമ്മുടെ സ്പൈനൽ കോഡിനെയോ അല്ലെങ്കിൽ ഞരമ്പിനെയോ ഞെരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വേദന വരുന്നത്. ഇതിനെയാണ് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് നമ്മൾ സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി പേഷ്യൻസ് ആണ്. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം പുറംവേദന വരുമ്പോൾ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്? മുമ്പേ പറഞ്ഞ 3 കാറ്റഗറിയിൽ ഓരോ കാറ്റഗറിക്കും ഓരോ രീതിയിലുള്ള അപ്രോച്ചാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. ഇപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡീജനറേഷന്റെ ഭാഗമായി വരുന്ന പേഷ്യൻസിന് നമ്മൾ ഉടനെ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നല്ല ശതമാനം ആൾക്കാരും മരുന്നുകൊണ്ടും ഫിസിയോതെറാപ്പി, ചിലപ്പോൾ ആയുർവേദ ചികിത്സ, അതുപോലുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സിലൂടെ ആ പേഷ്യൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. നല്ല ശതമാനം ഇംപ്രൂവ് ചെയ്യും. കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റിന് ഒരു ഡ്യൂറേഷൻ
നമ്മൾ ശാസ്ത്രീയമായി പറഞ്ഞിട്ടുണ്ട്. ഒരു 1.5 മാസം മുതൽ 2 മാസം വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് അതിനു മുൻപ് അത്യാവശ്യമായി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ചില ഇൻഡിക്കേഷൻ ഉണ്ട്, നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ ഒരു പേഷ്യന്റ് നടുവേദന അല്ലെങ്കിൽ കാലുവേദന, പിടലിവേദന അല്ലെങ്കിൽ കൈവേദനയായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ആദ്യമായി കൺസർവേറ്റീവ് ലൈൻ ഒരു 4 to 8 വീക്സ് കൊടുത്ത് എന്നിട്ട് അവർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടിന്യൂവേഷൻ ഓഫ് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് നടത്തിയതിനു ശേഷം വേണമെങ്കിൽ മാത്രം സർജറി ചെയ്താൽ മതി. ചുരുക്കത്തിൽ പറഞ്ഞാൽ നടുവേദന, പിടലിവേദന, കൈവേദന, കാലുവേദനയുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും സർജറി ഇല്ലാതെ കൺസർവേറ്റീവ് രീതിയിൽ നമുക്ക് അവരെ സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് എമർജൻസി വരുന്ന കാര്യം പറഞ്ഞു. എങ്ങനെയാണ് അടിയന്തരമായിട്ടൊരു സ്പൈൻ സർജറി വേണ്ടി വരുന്ന ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു, അതല്ലെങ്കിൽ സ്പൈനൽ ഫ്രാക്ചേഴ്സ് വരുന്നു, എങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്ന് പറയാമോ? എമർജൻസി സ്പൈൻ സർജറി വരുന്നത് 2 കാറ്റഗറി പേഷ്യൻസിനെയാണ്. ഒന്ന്, ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ സ്പൈൻ ഫ്രാക്ചേഴ്സ് ഉണ്ടായി വരുന്നവർക്ക് എമർജൻസി സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. കാര്യം അത് പെട്ടെന്ന് ഈ നട്ടെല്ല് പൊട്ടിയിട്ട് നമ്മുടെ ഞരമ്പിനെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിനെ ഞെരുക്കുമ്പോൾ ആ ഞെരുക്കം മാറ്റിയെടുക്കാനും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്പൈനൽ കോഡിൽ അല്ലെങ്കിൽ ഞരമ്പുകൾക്കുണ്ടാകുന്ന നീർവീഴ്ച മാറ്റാൻ വേണ്ടിയാണ് ആ സർജറി ചെയ്യുന്നത്. അതുകൊണ്ട് അത് എത്രയും വേഗം ചെയ്യണം, ആ ഞെരുക്കം എത്രയും വേഗം മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് എമർജൻസി സർജറി എന്ന് പറയുന്നത്. ഇനി ആ കാറ്റഗറി അല്ലാതെ ഡീജനറേഷൻ സംഭവിക്കുന്ന പേഷ്യൻസിനും ചില കേസുകളിൽ നമുക്ക് എമർജൻസി സർജറി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പെട്ടെന്നൊരു ഡിസ്പ്രൊലാപ്സ് വരുന്നു, നമ്മുടെ സ്പൈനൽ കോഡിനെ അല്ലെങ്കിൽ നട്ടെല്ലിനെ അത് ഞെരുക്കുന്നു. അപ്പോൾ അക്യൂട്ടായിട്ട് വന്ന് നമ്മുടെ കൈകാലുകൾക്ക് ബലക്കുറവുണ്ടാകുന്നു, മലമൂത്ര വിസർജനം പെട്ടെന്ന് നിലയ്ക്കുന്നു, അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള വേദന, അവർക്ക് ഒട്ടും അനങ്ങാൻ പറ്റാത്ത വേദന വരുന്നു, അവർക്ക് നിന്ന് തിരിയാൻ പറ്റുന്നില്ല. നമ്മൾ MRI സ്കാൻ എടുത്തിട്ട് നല്ലൊരു ഡിസ്ക് പ്രൊലാപ്സ് അതിനോടനുബന്ധിച്ച് കാണുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എമർജൻസി സർജറി ചെയ്യാം. സാധാരണ പുറം വേദന ആർത്രൈറ്റിസ് കൊണ്ട് വരാറില്ലേ? എങ്ങനെയാണ് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുമോ ഇത്? ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള നടുവേദന നടുവിൽ തന്നെയാണ് സാധാരണ കാണാറുള്ളത്. നമുക്ക് ഒരുപാട് സന്ധികളുണ്ട്, ആ നട്ടെല്ലുകൾ തമ്മിൽ യോജിക്കുന്ന ഒരുപാട് ജോയിന്റ്സ് ഉണ്ട്. ഈ എല്ലാ ജോയിന്റുകൾക്കും ചിലപ്പോൾ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നീർവീഴ്ച അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കാം. അതിന്റെ ഭാഗമായിട്ടുള്ളതിനെയാണ് നമ്മൾ ആർത്രൈറ്റിസ് റിലേറ്റഡ് സ്പൈൻ ഡിസീസസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രോഗലക്ഷണം ബാക്ക് പെയിൻ അല്ലെങ്കിൽ നെക്ക് പെയിൻ മാത്രമാണ് കാണുന്നത്. അത് ഒരിക്കലും ആ വേദന കാലിലോട്ട് സ്പ്രെഡ് ചെയ്യാറില്ല അല്ലെങ്കിൽ കൈയിലോട്ട് സ്പ്രെഡ് ചെയ്യാറില്ല. സാധാരണ ഒരു ന്യൂറോ സർജന്റെ അടുത്ത് ഇങ്ങനെ പുറം വേദന അതല്ലെങ്കിൽ സ്പൈനിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ട് എന്നൊരു സംശയമായിട്ടൊരു പേഷ്യന്റ് വരികയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ശരിക്കും നമുക്ക് ഒരുപാട് അവസ്ഥകൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതില്ല. ശരിയാണ്, അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പേഷ്യൻസ് നടുവേദന അല്ലെങ്കിൽ കാലുവേദന അല്ലെ കൈവേദനയായിട്ട് അവർക്കുണ്ടെങ്കിൽ എത്രയും വേഗം ഞങ്ങളുടെ അടുത്ത് വരേണ്ടത് ആവശ്യമാണ്. ആദ്യം ഞങ്ങൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഹിസ്റ്ററി ടേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആ പേഷ്യന്റുമായിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് അവരുടെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും അത് എത്ര നാളായിട്ടുണ്ടെന്നും അതിന്റെ തീവ്രതയെപ്പറ്റി ഞങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം ഈ ഡിസ്കഷന് ശേഷം ഉണ്ടാകും. അതിനുശേഷം ഞങ്ങൾ അവരെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് നമ്മൾ ആ പരിശോധനയിലൂടെ അവരുടെ ഞരമ്പുകൾക്ക് എന്തെങ്കിലും ബലക്കുറവുണ്ടോ, അല്ലെ തൊട്ടാൽ സ്പർശനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെ മലമൂത്ര വിസർജനത്തിന് പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് നമ്മളത് നിർണ്ണയിക്കും. ഇതിൽ ഈ 2 കാര്യത്തിന് ശേഷം നമുക്ക് എന്തെങ്കിലും സാരമായിട്ടുള്ള സംശയമുണ്ടെങ്കിൽ നമ്മൾ അവരെ സാധാരണ ഇപ്പോൾ വിടുന്ന സ്പൈൻ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും നല്ല ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് MRI സ്കാൻ ആണ്. ചില കേസുകളിൽ നമ്മൾ എക്സ്റേസും എടുക്കാറുണ്ട്. MRI സ്കാൻ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടെസ്റ്റാണ്. അത് നമ്മളുടെ സ്പൈനൽ കോഡിനകത്ത് എന്തെല്ലാം ഞെരുക്കമുണ്ട്, അതിന്റെ തീവ്രത എന്തുമാത്രമാണ്, സ്പൈനൽ കോഡിന് ഡാമേജ് ഉണ്ടോ, ഞരമ്പുകൾക്ക് ഡാമേജ് ഉണ്ടോ, ഞരമ്പുകൾക്ക് ഞെരുക്കമുണ്ടോ, മാംസം വളർന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു CT സ്കാൻ റെയറായിട്ട് എടുക്കാറുണ്ട്. അസ്ഥി വളർന്നിട്ടുള്ളത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയാവുന്നത് CT സ്കാനിലൂടെയാണ്. ഇത് രണ്ടും കൂടാതെ എക്സ്റേ എടുക്കുന്നത് ചിലപ്പോൾ നട്ടെല്ലുകൾ തമ്മിൽ സ്ലിപ്പ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കുനിഞ്ഞും നിവർന്നും നേരെയും നിന്നിട്ടുള്ള 3 എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നട്ടെല്ലിൽ സ്ലിപ്പ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഈ 3 ടെസ്റ്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. MRI സ്കാനിലും എക്സ്റേയിലും CT സ്കാനിലും നമ്മൾ എന്താണ് കാണുന്നതെന്ന് അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഫർദർ ട്രീറ്റ്മെന്റ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. നട്ടെല്ലുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള സർജറികളാണ് ഇന്ന് നിലവിലുള്ളത്? ഏത് സർജറി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് രോഗം എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ഡിസ്ക് പ്രൊലാപ്സ് ആണെങ്കിൽ നമ്മൾ ഡിസ്ക് സർജറിയാണ്, അല്ലെ ഡിസ്കെക്ടമി എന്ന് പറയും. ഒരു ട്യൂമർ ആണെങ്കിൽ നമ്മൾ ട്യൂമർ റിമൂവലാണ് ചെയ്യുന്നത്. നട്ടെല്ലിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു സ്ലിപ്പ് ഉണ്ടെങ്കിൽ ആ സ്ലിപ്പ് നമ്മുടെ നട്ടെല്ലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരയുന്നതിൻ്റെയും ആ ഞരമ്പുകൾക്ക് സ്ട്രെച്ച് ഉണ്ടാകുന്നതിൻ്റെയും ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ആ സ്ലിപ്പ് ഏതെല്ലാം ലെവലിലാണുള്ള ആ ലെവലുകളിൽ നമ്മൾ നട്ടും ബോൾട്ടും സ്ക്രൂസും റോഡ്സും ഇട്ട് അത് ഫിക്സ് ചെയ്യുക. അവിടെയുള്ള മൊബിലിറ്റി നമ്മൾ നിർത്തുക എന്നുള്ളതാണ് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇങ്ങനെ നട്ട്സും ബോൾട്ടും ഒക്കെ ഇട്ട് അത് ഫിക്സ് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് സാധാരണ പറയുക? ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണ്? ഇതിനെ സ്പൈനൽ ഇൻസ്ട്രുമെന്റേഷൻ സർജറി എന്നാണ് പറയുന്നത്.
ഇതിനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ടൈറ്റേനിയം മെറ്റൽ കൊണ്ടുള്ള സ്ക്രൂസും റോഡും ആണുള്ളത്. പണ്ട് സ്റ്റീലിന്റെ റോഡുകളാണ് ഉണ്ടായിരുന്നത്. ടൈറ്റേനിയത്തിന്റെ അഡ്വാൻറ്റേജ് ഈ പേഷ്യൻസ് പലപ്പോഴും ഭാവിയിൽ MRI സ്കാനിന് വിധേയമാകാവുന്നതാണ്. അപ്പോൾ ടൈറ്റേനിയം ഇട്ട് കഴിഞ്ഞാൽ MRI കമ്പാറ്റബിൾ ആണ്, MRI ചെയ്യാൻ സഹായിക്കും. അതുകൂടാതെ തന്നെ സ്റ്റീൽ ഉപയോഗിക്കുന്നതുമായിട്ട് നോക്കുമ്പോൾ ടൈറ്റേനിയത്തിന് മറ്റൊരു അഡ്വാൻറ്റേജ്, ടൈറ്റേനിയത്തിൽ രോഗാണുബാധയുടെ സാധ്യത വളരെ കുറവാണ്. ഒരു 20-30 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റീലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പെർമനന്റ് ആയിട്ട് ടൈറ്റേനിയം ഇംപ്ലാന്റ്സ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. സാധാരണ എങ്ങനെയാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നത്, അതേക്കുറിച്ച് പറയാമോ? ഇന്ന് പേഷ്യൻസിന് ഒരു സ്പൈൻ സർജറി അല്ലെങ്കിൽ ബ്രെയിൻ സർജറി ചെയ്യുകയാണെങ്കിൽ ഒരു മോഡേൺ ന്യൂറോ സർജറി തിയേറ്ററിൽ വളരെ സേഫ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും സാധാരണമായി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരെണ്ണം മൈക്രോസ്കോപ്പാണ്. നമുക്കറിയാം, മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ മാഗ്നിഫൈ ചെയ്താണ് അതിന്റെ അടിയിലൂടെ കാണുന്നത് നമ്മൾ. അപ്പോൾ ഞരമ്പുകൾക്കും ലിഗമെന്റ്സിനും നട്ടെല്ലിനും അല്ലെ സ്പൈനൽ കോഡും വളരെ ക്ലിയർ ആയിട്ട് മാഗ്നിഫൈ ചെയ്ത് നമ്മൾ കാണുമ്പോൾ തെറ്റുകൾ അല്ലെ എറേഴ്സ് വളരെ മിനിമൈസ് ചെയ്ത് സേഫ് ആയിട്ട് നമുക്ക് പേഷ്യന്റിനെ സർജറി ചെയ്യാൻ അത് സഹായിക്കും. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻട്രാ ഓപ്പറേറ്റീവ് നെർവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു ഉപകരണമാണ്. അത് നിരന്തരമായി നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ സ്പൈനൽ കോഡിലൂടെ ഞരമ്പുകളിലോട്ട് വരുന്ന ആ സിഗ്നൽസിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റിനെയാണ് ഇൻട്രാ ഓപ്പറേറ്റീവ് നെർവ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അത് മിക്ക സ്പൈൻ സർജറികൾക്കും അത് ഉപയോഗിക്കാറുണ്ട്. ഇൻട്രാ ഓപ്പറേറ്റീവ് നെർവ് മോണിറ്ററിംഗിൽ നമുക്ക് സ്പൈനൽ കോഡിന്റെയും ബ്രെയിനിന്റെയും നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന ഞരമ്പുകളുടെയും ഇൻടാക്ട്നെസ്, അതിൽ ഡാമേജ് ഇല്ല എന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്തുള്ള റെക്കോർഡിംഗിലൂടെ നമുക്കത് മനസ്സിലാവും. ന്യൂറോ നാവിഗേഷൻ മറ്റൊരു റീസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ന്യൂറോ നാവിഗേഷനിലൂടെ നമ്മൾ ഈ പെഡിക്കൽ സ്ക്രൂ ഇടുമ്പോഴും വളരെ കറക്റ്റായിട്ട് ആ നട്ടെല്ലിലോട്ട് കറക്റ്റായിട്ട് പോകുന്നതിൻ്റെ ആ ട്രജക്ടറിയും അതിൻ്റെ സൈസും അതിൻ്റെ ഡെപ്തും എല്ലാം കറക്റ്റായിട്ട് ഈ മെഷീൻ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ വളരെ സൂക്ഷ്മമായി വളരെ പ്രിസിഷനോടുകൂടി നമുക്ക് ഈ സ്ക്രൂ വെർട്ടിബ്രയിൽ പ്ലേസ് ചെയ്യാനായിട്ട് ന്യൂറോ നാവിഗേഷൻ നമ്മളെ സഹായിക്കും. നട്ടെല്ലിൽ സർജറി അതല്ലെങ്കിൽ സ്പൈൻ സർജറി എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും? എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സ്പൈൻ സർജറി വേണ്ട ഒരു പേഷ്യന്റിന് സ്പൈൻ സർജറി ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ തയ്യാറല്ല. കാരണം ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ റിലേറ്റീവ്സ് പറഞ്ഞ് ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൈകാലുകൾ തളർന്നു പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ 6-7 മാസം ബെഡ് റെസ്റ്റിന്റെ ആവശ്യം വേണ്ടി വരുമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, നമ്മൾ സ്പൈൻ സർജറി ചെയ്യുന്നത് അവരെ കിടത്താനല്ല, അവരെ നടത്താനാണ്. വേദന മാറിക്കഴിയുമ്പോൾ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ ഇംപ്രൂവ് ചെയ്യും. ഞാൻ എൻ്റെ പ്രാക്ടീസിൽ നമ്മൾ സ്പൈൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ അന്ന് തന്നെ പേഷ്യന്റിനെ എഴുന്നേൽപ്പിച്ച് നടത്താറുണ്ട്. മൂത്രത്തിന്റെ ട്യൂബ് ഇടേണ്ടി വരുന്ന പേഷ്യൻസിന് ഇട്ടാൽ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ ആ ട്യൂബ് മാറ്റിയിട്ട്, ഡിസ്ക് സർജറി ആണെങ്കിൽ പിറ്റേന്ന് തന്നെ നമ്മൾ അവരെ ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. നമ്മളിപ്പോൾ സ്പൈൻ സർജറി കഴിഞ്ഞാൽ എത്രയും വേഗം ഈ പേഷ്യന്റിനെ നമ്മൾ ആംബുലേറ്റ് ചെയ്യുന്നു, അവരെ അവരുടെ പഴയ ജീവിതത്തിലോട്ട് എത്രയും വേഗം കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇപ്പോൾ അത് പറയാറില്ല. വളരെ മിനിമലായിട്ടുള്ള റെസ്റ്റ് കഴിയുമെങ്കിൽ അന്ന് തന്നെ നടത്തും, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പിറ്റേന്ന് രാവിലെ യൂറിന്റെ ട്യൂബ് ഉണ്ടെങ്കിൽ അത് മാറ്റുകയും അവരെ പിറ്റേന്ന് രാവിലെ തന്നെ ആംബുലേറ്റ് ചെയ്യുകയും അവർ കോൺഫിഡന്റ് ആണെങ്കിൽ പിറ്റേന്ന് തന്നെ നമ്മൾ അവരെ ഡിസ്ചാർജ് ചെയ്യും. വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭാരമുള്ള സാധനം എടുക്കാൻ പാടില്ല. സാധാരണമായി നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഗ്യാസ് ഊറ്റി എടുത്ത് മാറ്റാം, ഇല്ലെങ്കിൽ നമ്മുടെ കുളിമുറിയിൽ വെള്ളം നിറച്ചൊരു ബക്കറ്റ് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ഭാരമുള്ള ഒരു കസേര എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇന്ന കാര്യങ്ങൾ മാത്രം ചെയ്യും. ഒരു 2 വീലർ യാത്ര ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവരോട് വിശദമായിട്ട് പറയാറുണ്ട്. ഇതെല്ലാമാണ് ഡോൺസ് ആഫ്റ്റർ സ്പൈൻ സർജറി. പിന്നെ അവർക്ക് സാധാരണ വീട്ടിൽ നടക്കാം. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വീട്ടിൽ ചെന്നാൽ അവർക്ക് സാധാരണ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാം. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ അടുക്കളയിലെ ജോലി ചെയ്യാം. എത്രയും വേഗം അവരെ അവരുടെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതിന് വേണ്ടിയാണ് നമ്മൾ സ്പൈൻ സർജറി ഇപ്പോൾ ചെയ്യുന്നത്. സാധാരണ എന്തെല്ലാമാണ് ഈ സർജറിയിൽ സംഭവിക്കാനിടയുള്ള അപകട സാധ്യതകൾ? സ്പൈൻ സർജറി മറ്റെല്ലാ സർജറിയെ പോലെയും വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സർജറിയാണ്. നമ്മുടെ നട്ടെല്ലെ ഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖത്തിനാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എല്ലാ രോഗികളും എടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അത് ഡോക്ടേഴ്സ് ആണെങ്കിലും വളരെ വിശദമായിട്ട്, ഞാൻ എൻ്റെ പ്രാക്ടീസിൽ വളരെ വിശദമായി ഞാൻ പേഷ്യൻസിനോട് അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. സാധാരണമായി കാണുന്ന ഒന്ന്, ഈ ഞരമ്പുകളുടെ പുറത്ത് ഇത് പിടിച്ചിരിക്കുന്ന അല്ലെ ഡിസ്ക് പ്രൊലാപ്സ് വന്ന് അത് ഞെരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മുടെ ഞരമ്പുകൾക്ക് സ്ട്രെച്ച് കൂടാം, ഞരമ്പുകൾക്ക് നീർവീഴ്ച സംഭവിക്കാം. അതിന്റെ ഭാഗമായി ചിലപ്പോൾ നമുക്ക് ബലക്കുറവ് ചിലപ്പം കുറച്ച് നാളത്തേക്ക് കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൈകാലുകൾക്ക് മരവിപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ വരാം. 2-3% വരെ ഇൻഫെക്ഷൻ എല്ലാ ഓപ്പറേഷൻ തിയേറ്ററുകളിലും സാധാരണമാണ്. ലോകത്തിലെ ഏത് ആശുപത്രിയിൽ ചെയ്താലും ഇൻഫെക്ഷന്റെ സാധ്യതയുണ്ട്. അനസ്തീഷ്യ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് സംഭവിക്കാം. പ്രായമായവരിൽ സ്ട്രോക്കോ അല്ലെ ഹാർട്ട് അറ്റാക്കോ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ട്. കൈകാലുകൾക്ക് രക്തക്ലോട്ടുകൾ വരാം. അത് കഴിഞ്ഞ് ആ രക്തക്ലോട്ടുകൾ വലുതാണെങ്കിൽ അത് നമ്മുടെ ഹാർട്ടിലോട്ട് ഡിസ്ലോഡ്ജ് ചെയ്യുക, പൾമണറി എംബോളിസം എന്ന് പറയുന്ന ഒരു മാരകമായിട്ടുള്ളൊരു രോഗം ചിലപ്പോൾ ഈ സർജറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാം.
സാധാരണഗതിയിൽ ഇതെല്ലാം ചേർത്താൽ ഒരു 5% ആണ് ഒരു കോംപ്ലിക്കേഷൻ റേറ്റ് നമ്മൾ പറയുന്നത്. അത് വളരെ അപൂർവമാണ്. നമ്മൾ എന്തെല്ലാമാണെന്ന് ചോദിക്കുമ്പോൾ ആ ലിസ്റ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പാരാലിസിസ് വരാനും സാധ്യതയില്ലേ? തീർച്ചയായിട്ടും പാരാലിസിസും ഇതിന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ സേഫ്റ്റിയെ പറ്റി മൈക്രോസ്കോപ്പും ഇൻട്രാഓപ്പറേറ്റീവ് മോണിറ്ററിംഗും ന്യൂറോ നാവിഗേഷനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സേഫ്റ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതൊരു റിസ്കി സർജറി ആണെന്നുള്ളതെല്ലാം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഹൈ റിസ്ക് സർജറിയാണ് സ്പൈൻ സർജറി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പ്രായവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ശരിക്കും ഇത്തരം സർജറികൾ രോഗിക്ക് നൽകുമ്പോൾ രോഗിയുടെ പ്രായം കണക്കിലെടുക്കാറുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇത് സാധാരണമായി ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ എല്ലാവരോടും പറയും, പ്രായമായവരിലാണ് ഈ അസുഖം കാണുന്നത്. ഇപ്പൊ നട്ടലിന്റെ തേയ്മാനം സാധാരണമായി കാണുന്നത് ഒരു 60 വയസ്സിന് മുകളിലുള്ളവരിലാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായും ഓപ്പറേഷൻ വേണം. അവരുടെ ജീവിതം ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫ്, വളരെ ആക്റ്റീവായിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കുട്ടികളുടെ കാര്യവും കൊച്ചുമക്കളുടെ കാര്യവും നോക്കി വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഈ അസുഖം വന്നാൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്യാതിരിക്കുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 95% സക്സസ് റേറ്റ് ഉള്ള ഈ സർജറികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഓൾമോസ്റ്റ് ബാക്ക് ടു നോർമൽ ലൈഫ്, അവരുടെ പഴയ ജീവിതത്തിലോട്ട് അവർക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രായം ഒരു ഘടകമല്ല എന്ന് തന്നെ എനിക്ക് പറയാം. എന്തെല്ലാം ഗുണഫലങ്ങളാണ് രോഗിക്ക് ലഭിക്കുക സാധാരണ? നമ്മൾ സ്പൈൻ സർജറി ചെയ്യുന്നതിന്റെ ഉദ്ദേശം പ്രധാനമായിട്ടും വേദന ഉണ്ടെങ്കിൽ വേദന കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ പേഷ്യൻസ് ചോദിക്കാറുണ്ട് എത്ര ശതമാനം ആൾക്കാരിൽ വേദന മാറുമെന്നുള്ളത്. ശരിക്കും വേദന പൂർണ്ണമായിട്ടും മാറുന്നത് ഏകദേശം ഒരു 50 മുതൽ 60% രോഗികൾക്ക് മാത്രമാണ്. ഒരു 20 മുതൽ 30% ആൾക്കാർക്ക് വേദനയുടെ തീവ്രത, സിവിയറിറ്റി വളരെയധികം കുറയാറുണ്ട്. അത് തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. സോ വേദന കുറയ്ക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റും, വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരുന്നവർക്ക് അത് ചെയ്യാൻ പറ്റും, എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്തവർക്ക് എഴുന്നേറ്റിരിക്കാനും അവരുടെ മറ്റു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. വേദന കുറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനേക്കാളും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, കൈകാലുകൾക്ക് ബലക്കുറവുണ്ടെങ്കിൽ, ഡിസ്ക് പ്രൊലാപ്സ് വന്ന് സ്പൈനൽ കോഡിനെ ഞെരുക്കുന്നു, അല്ലെങ്കിൽ കൈലോട്ട് വരുന്ന ഒരു ഞരമ്പിനെ, കാലിലോട്ട് വരുന്ന ഒരു ഞരമ്പിനെ ഞെരുക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായി ആ ഞരമ്പിന് ബലക്കുറവ് വരുന്നു. അതിന്റെ ഭാഗമായി കാല് പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആ ഡിസ്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ ബലക്കുറവ് മാറാനുള്ള സാധ്യതയുണ്ട്. സാധാരണ വേദന മാറുന്ന അത്രയും വേഗം ആ ബലക്കുറവ് മാറില്ല. അത് ഫിസിയോതെറാപ്പിയിലൂടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ പാടുള്ളൂ. കാലിലോട്ട് മരവിപ്പ് അനുഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്കും നമ്മൾ ഡിസ്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കാലിലോട്ടുള്ള മരവിപ്പ് കുറയാൻ സാധ്യതയുണ്ട്. മലമൂത്രം വിസർജനം ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട്. മൂത്രം പോകാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ കാത്തീറ്ററൈസ് ചെയ്ത് അല്ലെങ്കിൽ മൂത്രം പോകാനുള്ള ട്യൂബ് ഇടുന്ന പേഷ്യൻസ് ഉണ്ട്. അതിന്റെ കാരണം മൂത്രം കൺട്രോൾ ചെയ്യുന്ന ഞരമ്പുകളുടെ പുറത്ത് ഡിസ്ക് പ്രൊലാപ്സ് വന്നതിന് ശേഷം പ്രഷർ ഉള്ളതിന്റെ ഭാഗമാണ്. അപ്പോൾ ഡിസ്ക് നമ്മൾ എടുത്തു മാറ്റുമ്പോൾ ആ പ്രഷർ മാറുന്നു. അതുകൊണ്ട് ആ ഞരമ്പുകൾ റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ 2-3 ആഴ്ച കൊണ്ട് നമുക്ക് ഈ മൂത്രം പുറത്തെടുക്കാനായിട്ടുള്ള ട്യൂബ് മാറ്റി കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് സ്പൈൻ സർജറി എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ സർജറിയാണ്, അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പലരും മടിച്ചു നിൽക്കാറുണ്ട്. പക്ഷേ ഡോക്ടർ ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് സ്പൈൻ സർജറി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ടതില്ല. ഏതൊരു രോഗിക്കും ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ സ്പൈൻ സർജറിക്ക് പോകാവുന്നതാണ്. അതിന്റെ ഗുണഫലം തീർച്ചയായും രോഗിക്ക് കിട്ടുന്നതുമാണ്. അവരുടെ ലൈഫ് സ്റ്റൈലിനെ മാറാൻ സാധ്യതയുണ്ട് ഇത്തരം സർജറി ചെയ്യുമ്പോൾ, അല്ലേ? വെൽകെയർ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിൽ വന്ന് സ്പൈൻ സർജറിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തന്നതിന് ഡോക്ടർ ബിജി ബാഹ്ലവിനോട് പ്രത്യേകം നന്ദി പറയുന്നു.